ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വെജ് ഫ്രൈഡ് റൈസ് ആണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള സോയാബീൻ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയാ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിനായിട്ട് വരുന്ന സ്പെഷ്യൽ അരിയുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ടാണ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറാണ് നമ്മളിത് സോക്ക് ചെയ്യേണ്ടത്. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. 1/4 കപ്പ് സെലറി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കാബേജ് ആണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കണേ. ഈ സ്പ്രിംഗ് ഓനിയൻ ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വൈറ്റ് ഉണ്ടാവും. 1/4 കപ്പ് സ്പ്രിംഗ് ഓനിയന്റെ ഗ്രീൻ പോർഷനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് സോയാബീനാണ്, 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുക. 3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്ട്രെയിനറിലിട്ട് വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അങ്ങനെയാണ് സോയാബീൻ വേവിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ കാണിക്കുന്നില്ല, സോയാബീൻ വേവിക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അരി വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിനറിലിട്ട് വെച്ചിരുന്ന അരിയാണിത്. അരി ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ്. അപ്പോൾ ഒരു 12 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തു കേട്ടോ എനിക്കിത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ അരിയും വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇടയിലിടയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം ഒരു പകുതിയോളം വേവാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ചേർക്കണ്ട. നമ്മൾ ബിരിയാണി റൈസ് ഒക്കെ വേവിക്കുമ്പോൾ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർക്കണ്ട, വളരെ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ആയോന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കഴിച്ചു നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ വേവ് മനസ്സിലാവും. വേവ് കൂടി പോവുകയും ചെയ്യേണ്ട, അതുപോലെ തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യേണ്ട. കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കണേ. നമ്മൾ ബിരിയാണി റൈസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വേവ് കുറവിലാണ് എടുക്കുക. അപ്പോൾ ദമ്മിടുന്ന സമയത്ത് കറക്റ്റ് വേവ് അതിൻ്റെ ശരിയാവും. ഇതങ്ങനെയല്ല, ഇത് വേവ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. സോയാബീൻ വേവിച്ചതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടില്ലേ, 3 നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഓനിയന്റെ വൈറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാതും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിലാണ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ വെജിറ്റബിൾസിൻ്റെ ഒപ്പം കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് സോയാബീൻ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെലറി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് എല്ലാതും ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. പകുതിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി വിനേഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വിനേഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഡാർക്ക് സോയാ സോസ് ആണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് മാക്സിമം ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി.
ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവണം, എന്നാലാണ് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ലാസ്റ്റിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലെമൺ സ്റ്റിക്കാണ്. അത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും ഫ്രൈഡ് റൈസിന്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം കൂടി ഈ റൈസ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഈ റൈസ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ആ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓനിയൻ്റെ ആ ഗ്രീൻ പോർഷനില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാതും പെട്ടെന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി സ്വാദാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടിയോ അല്ലെങ്കിൽ എന്താ പറയുക സലാഡൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.